അതിരപ്പള്ളിയിലെ കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധം കനക്കുകയാണ്. ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചിരിക്കുന്നു നാട്ടുകാർ. ആനാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ന് അതിരപ്പള്ളിയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. വൈശ്ശേരി സ്വദേശി 65-കാരനായ മോഹനനാണ് കാട്ടാനയുടെ ആക്രമണങ്ങളിൽ ഇന്ന് പുലർച്ചെ കൊല്ലപ്പെട്ടത്. അവിടെ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആനേനെ കണ്ട് അവർ പന്തം കത്തിച്ച് ഓടിക്കാൻ വേണ്ടി പന്തം കൊളുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ട് ആന അടിച്ച് താഴെയിട്ട് ആള് മരിക്കുകയാണ് ചെയ്തത്. എർത്തിട്ടുണ്ട്, എർത്തില്ല. വാത്രന്മാരെ ഇതിന് വേണ്ടിയിട്ട് കുറേ വാത്രന്മാരുണ്ട്. സർക്കാരിൻ്റെ കാശ് വെറുതെ കളയുന്നുണ്ട്. കുറേ ഫോറസ്റ്റുകാർ വരും ഓടിക്കാൻ. 4 ആനേനെ ഓടിച്ചുവിട്ടെ. ഇവിടുന്ന് ഓടിച്ചുകൊണ്ടാ വൈശ്ശേരിന്ന് ഓടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കൊണ്ടാക്കി അവർ ഉണ്ടാണ്ട് സ്ഥലം വിട്ടു. പിന്നെ നാട്ടിൽ കേരളത്തിൽ കിട്ടുന്ന കംപ്ലീറ്റ് കാട്ടുമൃഗങ്ങളെയും കൊണ്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് വളരെ ഉത്തരപ്രതി ജനങ്ങൾ ഇവിടെ ഉണ്ട്. ആരും നമുക്കൊരു സംരക്ഷണമില്ല. കർഷകരൊക്കെ പേടിച്ചിട്ടാണ് സന്ധ്യാവുമ്പോഴൊക്കെ വീടുകളിൽ കയറുന്നത്. എന്താ ആന ഇറങ്ങിയാൽ കൊല്ലും, ഓടിപ്പിക്കും. സർക്കാർ തലത്തിൽ ഒരു പ്രതിരോധം ഉണ്ടാക്കട്ടെ, അതിന് സംവിധാനം ഉണ്ടാക്കട്ടെ. അതിരപ്പള്ളിയിൽ ഫെൻസിംഗ് മറികടന്നാണ് കാട്ടാന എത്തിയതെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വന്യജീവി ആക്രമണം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ ദീർഘകാല പരിഹാര മാർഗങ്ങൾക്കാണ് ശ്രമമെന്നും വനമന്ത്രി വ്യക്തമാക്കി. ചാലക്കുടി പ്രദേശത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ യോഗം നടക്കുന്നുണ്ട്. അവിടെ ഫെൻസിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നതിൻ്റെ വിഷയങ്ങളാണ് ഇന്ന് പരിഹാരം കാണുക എന്നുള്ളത്. പരിഹാരം ഉണ്ടാകും. അവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള സമയം ഗവൺമെൻറ്റിന് തരണം. അതിനകം മനുഷ്യസഹജമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഇത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ റഹീം, ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ആളുകൾ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധം അടങ്ങുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഫെൻസിംഗ് മറികടന്നാണ് ആന വരുന്നത് എന്ന് മന്ത്രിക്ക് തന്നെ ബോധ്യമാകുമ്പോൾ ആ ഫെൻസിങ്ങിന് ചില പ്രശ്നങ്ങളുണ്ട്. രുചിച്ച് തീർച്ചയായും, അതായത് ഈ അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ശല്യം, കാട്ടാനയെ കൂടാതെ മറ്റ് വന്യജീവികളും ഇറങ്ങുന്ന പതിവ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ വന്യജീവികളെ കാരണം ഈ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഇന്നലെ പുലർച്ചെ ഏതാണ്ട് 2:30 ഈ വൈശ്ശേരി സ്വദേശിയായിട്ടുള്ള മോഹനൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടിപ്പോൾ ആനപ്പാറ അതിരപ്പള്ളി അന്തർദേശീയ പാത ഇപ്പോൾ ജനങ്ങളുടെ, അതായത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. വെറ്റിലപ്പാറ പാലത്തിന് മുന്നിലാണ് ഈ ഒരു ഉപരോധം പുരോഗമിക്കുന്നത്. വാഹനങ്ങളൊന്നും കടത്തിവിടാതെ ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ മോഹനന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് പ്രാദേശികമായി തന്നെ ഇന്ന് അതിരപ്പള്ളിയിൽ ഹർത്താലും തുടരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കവിടെ പ്രതികരണത്തിലേക്ക് പോയാൽ വലിയൊരു പ്രതിഷേധമാണ് ഉള്ളത്. അതായത് ഈ മേഖലയിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വളരെ കാലങ്ങളായിട്ട് ഇവിടെ നാട്ടുകാരും ജനങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. ഇന്നേ വരെ ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റുകാർ കുറെ പേര് കാവൽ നിർത്തി, ആ കാവൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും എന്താ പറയാ സാമ്പത്തികമായിട്ടൊരു സാമ്പത്തികം കൊടുക്കുന്നില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ ഫെൻസിംഗ് എന്ന് പറഞ്ഞിട്ട് 2 സൈഡിലും ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഈ ഫെൻസിങ് ആന മറിച്ച് വളരെ സിമ്പിളായിട്ടാണ് കിടക്കുന്നത്. ഇത് എന്താ പറയാ കാലങ്ങളായിട്ട് അതിരപ്പള്ളിയിലെ ജനങ്ങൾ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇതിന് ഇന്ന് ഒരു പരിഹാരം കണ്ടെത്തണം. വലിയൊരു ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ടോ ഈ വന്യജീവികളെ കാരണം? തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്താണ് ആനകൾ വന്ന് നിൽക്കണേ. നമുക്ക് ജീവിക്കണ്ടേ ഈ നാട്ടില്? ഒരു സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ എന്താ ദീപാവലിയാ, പടക്കം പൊട്ടി ഓടിച്ചാലും പോലും ആന ഇവിടുന്ന് പോകുന്നില്ല. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാവണം. ഈ പ്രതിഷേധം എന്താ ഇന്നത്തോടുകൂടി കാര്യം അവസാനിച്ചു. പക്ഷെ ഇതിന് എന്തോ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവിടുത്തെ സർക്കാരിനോ നിയമങ്ങൾക്കോ ഒന്നും പറ്റുന്നില്ല. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഈ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആളുകൾക്ക് പറയുന്നത്. അതങ്ങനെ തന്നെയാണോ? അതെ, ആർക്കും കൃഷി ചെയ്ത് ജീവിക്കാനോ വേറെ പണികളൊന്നും ഇല്ല. സാധാരണക്കാര് കൃഷി ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത്. കൃഷി ചെയ്യാനും ജീവനും ഒന്നിനും ഒരു ഇതില്ലാത്ത രീതിയിലാണ്. വീടിന്റെ മുറ്റത്താണ്. അപ്പൊ നമ്മൾ പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്ന പോലെ തന്നെ വീടിന്റെ മുറ്റത്താണ് ആന വന്ന് നിൽക്കുന്നത്. അപ്പൊ ജീവിക്കാൻ തന്നെ നമുക്ക് രാത്രിയായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി ഒരു അപകടം പറ്റിയാൽ തന്നെ വണ്ടികൾ വിളിച്ചാൽ വരില്ല. എല്ലാവരുടെയും ജീവനാണല്ലോ പ്രശ്നം. വണ്ടികളൊന്നും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു വണ്ടികളും വരില്ല, അങ്ങോട്ട് വരില്ല. അത് തന്നെയാണ് രജീഷ്, ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് വലിയൊരു പ്രതിസന്ധി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ, അതായത് പെട്ടെന്നൊരു ആവശ്യമോ അത്യാവശ്യമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വൈശ്ശേരി പ്രദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാഹനങ്ങൾ പോലും കടന്നു വരാത്തൊരു സാഹചര്യമുണ്ട്. കാരണം പേടിയാണ്. കാരണം കാട്ടാനയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ എപ്പോഴാണ് മുന്നിലേക്ക് വരുന്നത് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഭയം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യം തന്നെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഒരു ജീവൻ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് ആ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇവിടുത്തെ നാട്ടുകാരുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഒന്നടങ്കം ഈ ആനപ്പാറ റോഡിൽ കടന്നു വന്നുകൊണ്ട് ഇവിടെ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം അതിരപ്പള്ളിയിൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. ഈ റോഡ് ഉപരോധിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി വാഹനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഏതായാലും ഈ പ്രശ്നങ്ങൾക്ക്, അതായത് തങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി തീർക്കും വരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഈ അതിരപ്പള്ളി മേഖലയിലുള്ള ജനങ്ങളുടെ തീരുമാനം. കാരണം അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം ഓരോ നിമിഷവും എപ്പോഴാണ് വീടിന് മുന്നിലേക്കൊക്കെ ആന കടന്നു വരുന്നത് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലൂടെ ആളുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കണം. ആ ജീവിക്കാൻ ഉള്ള സുരക്ഷ ഉറപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണ്. ആ അധികൃതർ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് തന്നെ പ്രതിഷേധ സമരവുമായി ഇവർ രംഗത്ത് വന്നിട്ടുള്ളത്. അധികാരികൾ ഇവരുമായി സംസാരിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരം അത് ഉണ്ടാവണം. ആ ഉണ്ടാവാത്ത പക്ഷം ഈ പ്രതിഷേധ സമരം ഇതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ കടന്നിരിക്കുന്നു. ഈ ഒരു കാട്ടാനക്കലി കാരണം ഒരു സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും വലിയ ഒരു അനാസ്ഥയാണ്. തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്നു, അത് പരാതിപ്പെടുന്നു, പക്ഷേ വീണ്ടും വീണ്ടും മരണം ഉണ്ടാവുകയാണ്. ഇന്നലെ എന്തായാലും ഈ പുലർച്ചെ എന്തായാലും ഉണ്ടായത് ഒരു വൈശ്ശേരി സ്വദേശി മോഹനാണ് മരിച്ചത്.